ഇതിൽ ഫുഡ് വേസ്റ്റുകളും അല്ലാത്ത വേസ്റ്റുകളാണ് കൂടുതലായിട്ടും. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ മേയർ വന്നതിന് ശേഷമുണ്ടായ മാറാത്തത് മാറും എന്നുള്ള ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല, ആ ഒരു പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ ട്രിവാൻഡ്രം ഫുള്ളും ക്ലീനിങ് പ്രോസസ്സാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണെങ്കിൽ വേസ്റ്റ് ഫുള്ളും ഏകദേശം 200ഓളം വരുന്ന ലോറികളിലാണെങ്കിൽ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഈഞ്ചക്കലിലുള്ള വികാസ് ഭവൻ ഈഞ്ചക്കലിലുള്ള KSRTCയുടെ ഒരു പഴയ ഒരു ഡിപ്പോ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടിട്ടാണ് സംഭവം പ്രോസസ്സിങ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ കല്ലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയത്ത് ഉള്ള സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. കല്ലെല്ലാം കൂടെ എടുത്തതിന് ശേഷം ഭവന നിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. കോർപ്പറേഷൻ്റെ ക്ലീനിങ് പ്രോസസ്സാണെങ്കിൽ സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേസ്റ്റിലുണ്ട്, 200-ലധികം ലോറികളാണ് നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ കോർപ്പറേഷൻ്റെ വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ കളക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നേരെയാണെങ്കിൽ ഒരു വലിയൊരു ലോറി കിടപ്പുണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങളാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിലോട്ട് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോർപ്പറേഷൻ്റെ പെർമനൻറ്റ് സ്റ്റാഫുണ്ട്, അതുകൂടാതെ തന്നെ ദിവസക്കൂലിക്ക് വേണ്ടി ഉള്ള ആൾക്കാരുണ്ട്. ഒരു 1000 രൂപ അങ്ങനെ എന്താണ് സംഭവം കൊടുക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ഒരു സൈഡിൽ കേട്ടോ ഫുള്ള് വേസ്റ്റുള്ള സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിയാണെങ്കിൽ ക്ലീനിങ് സംഭവം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലൊക്കെ ആണെങ്കിൽ ഭവന നിർമ്മാണത്തിന് പോകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഓക്കെ, വേസ്റ്റൊക്കെ ആണെങ്കിൽ ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനാണ്? അവിടെ അല്ല, അവിടെ ഒരു KSRTCയുടെ പഴയ ഒരു ഓഫീസുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ചേട്ടൻ പെർമനൻറ്റ് സ്റ്റാഫാണ്. ഇതുകൂടാതെ തന്നെ അപ്പുറത്തെ സൈഡും ടെമ്പററി സ്റ്റാഫും പെർമനൻറ്റ് സ്റ്റാഫും ഇഷ്ടംപോലെ പേരുണ്ട് വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ഫുള്ളും ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രാമത്തെ ലോഡ് പോകണം? ഇത് ഫസ്റ്റ് അല്ലേ? നിങ്ങളുടെ ലോറി ഫസ്റ്റാണ് പോകുന്നത്? ഓക്കെ, തീർന്നാ കഴിഞ്ഞ ഏകദേശം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ വേസ്റ്റ് സംഭവം ഫുള്ളും നിറച്ചതിന് ശേഷം അങ്ങോട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റിലൊക്കെ ആണെങ്കിൽ സംഭവം ക്ലീനിങ്ങിന് വേണ്ടിയുള്ള പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ചാക്കിലാണെങ്കിൽ ചേട്ടൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത്തവണ ആണെങ്കിൽ ക്ലീനിങ് പ്രോസസ്സൊക്കെ ആണെങ്കിൽ നടക്കുന്നത്. ഒരു സൈഡിൽ ഇതുപോലെ പൊങ്കാലായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഇഷ്ടംപോലെ വേസ്റ്റുകളും എടുക്കുന്നു. മറ്റേ സൈഡ് കല്ലൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. കല്ലൊക്കെ പിന്നീട് വന്നിട്ട് സെക്കൻഡ് ഫേസിൽ വന്നിട്ട് എല്ലാം കളക്ട് ചെയ്യും. അതെല്ലാം ഭവന നിർമ്മാണത്തിന് കൊടുക്കും. ആക്കാണെങ്കിൽ ഇതാ വേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ വേസ്റ്റാണ് ഇതാ മുകളിലോട്ട് സംഭവം കൊടുക്കുകയാണ്. ഇതിപ്പോൾ എത്രാമത്തെ ലോഡ് പോകുന്നുണ്ട്? ഈ ലോഡ് അവിടെ നിന്ന് തുടങ്ങിയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ലോഡ് എടുത്ത് കൊടുക്കുന്നത്? അപ്പുറത്തെ സൈഡത്തോ വേസ്റ്റ് കൊണ്ടുപോകണം? ഒരു ലോഡ് സെക്ഷനാണ്. അപ്പം നമുക്ക് മുകളിലോട്ടൊന്ന് കയറ്റി നോക്കാം. ചേട്ടാ എന്തെങ്കിലും പറയോ? ഞാൻ എന്ത് പറയാനാ? എത്രാമത്തെ ലോഡാണ്? എന്തെങ്കിലും പറയോ? ഒന്നാമത്തെ ലോഡ് തന്നെ. പെർമനന്റ് സ്റ്റാഫാ ടെമ്പററി? അല്ല, ഇന്നത്തേക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഡെയിലി വേജസ് ആണ്. ഓക്കെ, അപ്പോൾ സംഭവം ലോഡ് കുറേ പോയിട്ടുണ്ട്. അപ്പുറത്തൊക്കെ ആണെങ്കിൽ ലോഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലോഡുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ വാഹനത്തിൽ ഇഷ്ടംപോലെ 200-ലധികം ടിപ്പർ ലോറികളാണെങ്കിൽ ഇതുപോലെ വേസ്റ്റ് സംഭവം ഡിസ്പോസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ നിറച്ച് സംഭവം വെച്ചിട്ടുണ്ട്. സംഭവം അപ്പുറത്തോട്ട് ഒരു കല്ലും കൂടെ കിട്ടിയിട്ടുണ്ട്. ഫുഡ് വേസ്റ്റാണ് കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ചാക്ക് നിറഞ്ഞിട്ട് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേസ്റ്റ് എടുത്താൽ കത്തണം.
അടുത്ത ലോഡ് കൊണ്ടുവന്നിട്ട് വലിയൊരു ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ് ആണ് ഇഷ്ടംപോലെ ഉള്ളത് കേട്ടോ. ഇതുപോലെ ഇഷ്ടംപോലെ ഫുഡ് വേസ്റ്റ് ആവശ്യത്തിന് ആഹാരം വാങ്ങിക്കുന്നതിന് പകരം ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിട്ട് എല്ലാം കളയുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ ഫുഡ് വേസ്റ്റ് അത് ആ ടയറിൽ ഒരാൾ ചവിട്ടി ചെയ്യുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യായിരുന്നു. ഓക്കെ, സൂപ്പർ. എത്ര മണി മുതൽ തുടങ്ങി ചേട്ടാ വേസ്റ്റ് എടുക്കലേത്? എത്ര മണി മുതൽ തുടങ്ങി? 2:30 മുതൽ തുടങ്ങി. ഓക്കെ, 2:30 മുതൽ തുടങ്ങി. ഓരോ യൂണിറ്റ് ആയിട്ടാണ് സംഭവം കൊടുത്തിട്ടുള്ളത്. 200ഓളം ലോറികൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. കോർപ്പറേഷൻ്റെ വേസ്റ്റുമായിട്ട് പോകുന്ന വേറൊരു ലോറിയാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓരോ ലോറിയിലാണെങ്കിൽ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈജയ്ക്കലിൽ ഒരു KSRTCയുടെ ഒരു ഡിപ്പോ ഉണ്ടായിരുന്നു. അവിടെയാണ് കൊണ്ടിട്ടിട്ട് എല്ലാ വേസ്റ്റായിട്ട് കത്തിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ ക്ലീനിങ് നടക്കുന്നു. അപ്പുറത്തെ സൈഡിലുണ്ട്. അറ്റ് എ ടൈമിൽ തന്നെ ഒരു 10-12 സ്റ്റാഫ്, പെർമനൻറ്റ് സ്റ്റാഫും ഉണ്ട്, ടെമ്പററി സ്റ്റാഫും ഉണ്ട്. ഇഷ്ടംപോലെ പേര് ചേർന്നിട്ടാണ് ക്ലീനിങ് പ്രോസസ്സൊക്കെ ആണെങ്കിൽ ദ്രുതഗതിയിൽ തന്നെയാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡാണെങ്കിൽ വേസ്റ്റൊക്കെ ആണെങ്കിൽ സംഭവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വേസ്റ്റും ഉണ്ട്, ഫുഡ് വേസ്റ്റും ഉണ്ട്, അതുകൂടാതെ തന്നെ പൊങ്കാലായിട്ടുള്ള വേസ്റ്റ് ഉണ്ട്. അപ്പുറത്തെ സൈഡൊക്കെ ആണ് ചേച്ചിമാരാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സംഭവം എടുത്തതിന് ശേഷം ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ കൂടെ പോവാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വാഷിംഗ് ഉണ്ട്. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ കല്ലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എടുക്കുന്നതായിരിക്കും. കല്ലൊക്കെ ഇത്തവണയും ഭവന നിർമ്മാണത്തിന് തന്നെയാണ് സംഭവം എടുക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഫസ്റ്റ് ലോഡ് ഏകദേശം പൂർത്തിയാറായി. എത്ര ലോറികളുണ്ട് ടോട്ടലായിട്ട്? 40 ടിപ്പറുണ്ട്, ചെറുവണ്ടികളുണ്ട്. എല്ലാം കൂടെ ചെയ്ത് 10-200 ഉണ്ട്. ഇപ്പൊ പൊങ്കാല കഴിഞ്ഞ തന്നെ ക്ലീനിങ് തുടങ്ങി എല്ലാം. അതായത് ആദ്യം ഈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് ഉള്ളൂ. വാഷിംഗ് രാത്രി ആവല്ലോ, 7 മണിക്കല്ലേ സാധാരണ നടക്കണത്. ഈ കല്ലൊക്കെ എപ്പോ എടുക്കും? കല്ല് എടുക്കണത് നമുക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് വേസ്റ്റിന്റെ മാത്രമേ ഉള്ളൂ പരിപാടി? മടലും ബാക്കിയുള്ള വേസ്റ്റ് എടുക്കണതേ ഉള്ളൂ. അത്രേ ഉള്ളൂ.